ഹായ് ഫ്രണ്ട്സ്, ന്യൂ ബിനിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിലൂടെ നമ്മൾ ചർച്ച ചെയ്യുന്നത് മലയാളം എങ്ങനെയാണ് നമുക്ക് വളരെ എളുപ്പത്തിൽ അനായാസമായി പഠിച്ച് പാസ്സാവാൻ കഴിയുക, എങ്ങനെയാണ് മലയാളം നമ്മൾ പഠിക്കേണ്ടതെന്നാണ്. പല കാര്യങ്ങളും നമ്മൾ ചിന്തിക്കുമ്പോൾ പല വിഷയങ്ങളും പല രീതിയിലാണ് പഠിക്കേണ്ടത് എന്നൊരു യാഥാർത്ഥ്യം നമുക്ക് മനസ്സിലാവും. സോഷ്യൽ പഠിക്കുന്ന പോലെയല്ല ഫിസിക്സ് പഠിക്കേണ്ടത്, ഫിസിക്സ് പഠിക്കുന്ന പോലെയല്ല കണക്ക് പഠിക്കേണ്ടത്. അങ്ങനെ ഓരോ വിഷയങ്ങൾക്കും അതിൻ്റേതായിട്ടുള്ള രീതിയിലാണ് നമ്മൾ ആ വിഷയത്തെ അപ്രോച്ച് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് മറ്റു വിഷയങ്ങൾ ഏത് രീതിയിൽ പഠിക്കാം എന്നതിനെ പറ്റിയുള്ള വീഡിയോകൾ നമ്മൾ അടുത്ത ഒരു പാർട്ടായിട്ട് ഇടുന്നുണ്ട്. നമ്മുടെ ചാനൽ ഒരിക്കലും മലയാളത്തിൽ തന്നെ ഒതുക്കി നിർത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കൂടുതൽ വിഷയങ്ങളിലേക്ക് നമ്മുടെ ചാനലിനെ വളർത്തുന്നതിന് വേണ്ടി ഉള്ള ഒരു ആഗ്രഹം എനിക്കുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ വിഷയങ്ങളെപ്പറ്റി നമ്മൾ ഇനി അടുത്തുള്ള വീഡിയോകളിൽ സംസാരിക്കും. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നത് ചുരുക്കത്തിൽ മലയാളം എങ്ങനെ നമുക്ക് എളുപ്പത്തിൽ പഠിക്കാൻ കഴിയും എന്നതിനെ പറ്റിയാണ്. മലയാളത്തെ പറ്റി സംസാരിക്കുമ്പോൾ നമ്മുടെ മാതൃഭാഷ ആയതിനാൽ തന്നെ പണ്ട് മുതൽ കേട്ട് വളർന്ന ഒരു ഭാഷയായതിനാൽ തന്നെ നമുക്ക് കേട്ട് പഠിക്കുന്നതായിരിക്കും കുറച്ചുകൂടി ഉചിതമെന്നാണ് എനിക്ക് തോന്നുന്നത്. മലയാളം പഠിക്കുന്നതിലേക്ക് നമ്മൾ കടക്കുമ്പോൾ മലയാളം പഠിക്കുന്നത് നമ്മൾ റെക്കോർഡ് ചെയ്ത് വെച്ച് കേട്ട്, അതേപോലെ ക്ലാസ്സുകൾ കേട്ട് പഠിക്കുന്ന യൂട്യൂബിലേക്കുള്ള ക്ലാസ്സുകൾ കേട്ട്, നമ്മൾ അതേപോലെ നോട്ടുകൾ എഴുതി നോട്ടുകൾ നമ്മൾ തന്നെ റെക്കോർഡ് ചെയ്ത് നമ്മുടെ സ്വന്തം സൗണ്ടിൽ റെക്കോർഡ് ചെയ്ത് അത് കേട്ട് പഠിക്കുന്നത്, അതേപോലെ ടീച്ചർമാർ ക്ലാസ് എടുക്കുമ്പോൾ വ്യക്തമായി കേട്ടിരുന്ന് പഠിക്കുന്നത്. ഇത്തരത്തിൽ കേട്ടുള്ള ഒരു പഠനമാണ് മലയാളത്തിന് ഏറ്റവും മനോഹരമായി യോജിക്കുക. കാരണം നമ്മൾ നമ്മുടെ മാതൃഭാഷ മലയാളമായതുകൊണ്ട് തന്നെ അത് കേട്ട് പഠിച്ചാണ് നമ്മൾ സ്വായത്തമാക്കിയത്. അതുകൊണ്ട് തന്നെ ഇനി തുടർന്നുള്ള ദിവസങ്ങളിലും നമുക്ക് മലയാളം കൂടുതൽ നന്നായി മനസ്സിലാക്കാനും അതിൻ്റെ വ്യാകരണപരമായിട്ടുള്ള അതേപോലെ തന്നെ ഉച്ചാരണ സംബന്ധിയായിട്ടുള്ള പ്രത്യേകതകളെപ്പറ്റി കൂടുതൽ പഠിക്കുന്നതിനും വേണ്ടി കേട്ടുള്ള ഒരു പഠന രീതിയിലേക്ക് നമ്മുടെ പഠനത്തെ മാറ്റിക്കൊണ്ടുവന്നാൽ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് മലയാളത്തിലെ ചാപ്റ്ററുകൾ, മലയാളത്തിലെ പാഠഭാഗങ്ങൾ മനസ്സിലാക്കാൻ കഴിയുമെന്നുള്ളതാണ്. പിന്നീട് മലയാളം പഠിക്കുന്ന വിദ്യാർത്ഥികൾ എങ്ങനെ മലയാളം എളുപ്പത്തിൽ പഠിക്കാമെന്നതിനെപ്പറ്റി മനസ്സിലാക്കുമ്പോൾ മലയാളത്തിൻ്റെ വ്യാകരണത്തെപ്പറ്റി അറിവ് നേടിയെടുക്കുക എന്നുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെ ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യമായിട്ട് മലയാളം പഠിക്കുന്നതിൽ പ്രധാനപ്പെട്ട കാര്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ നമുക്ക് വ്യാകരണപരമായി ഉച്ചാരണപരമായിട്ടുള്ള പ്രത്യേക സവിശേഷതകളെപ്പറ്റി നമ്മൾ തീർച്ചയായും അറിവ് നേടിയെടുക്കണം. ഏത് രീതിയിലാണ് പ്രയോഗങ്ങൾ നടത്തുന്നത്, ഏതൊക്കെ വാക്കുകളോട് കൂടി ചേർന്നാണ് വാചകങ്ങൾ എങ്ങനെയൊക്കെയാണ് രൂപപ്പെടുന്നത്, എന്താണ് വ്യാകരണപരമായ സവിശേഷതകൾ. വ്യാകരണത്തെപ്പറ്റി നിങ്ങൾക്ക് പഠിക്കുന്നതിന് വേണ്ടി വളരെ എളുപ്പത്തിൽ തന്നെ സാധിക്കും. കാരണം നമ്മുടെ ചാനലിൽ ലളിത വ്യാകരണം എന്നുള്ള ഒരു പ്ലേലിസ്റ്റ് നിങ്ങൾക്ക് വ്യാകരണത്തിന് വേണ്ടി നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൽ വ്യാകരണത്തെ പറ്റിയുള്ള കാര്യങ്ങൾ, മലയാള വ്യാകരണം എന്ന് പറയുന്ന പ്ലേലിസ്റ്റിൽ നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. അത് BA മലയാളംകാർക്ക് വേണ്ടിയാണെങ്കിലും അത് അങ്ങനെ പ്രത്യേകിച്ചിട്ടുള്ളൊരു വീഡിയോകളല്ല നമ്മൾ ഇട്ടിട്ടുള്ളത്. എല്ലാ ക്ലാസ്സുകാർക്കും, എല്ലാ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആർക്കും നോക്കാവുന്ന വീഡിയോകളാണ്. വളരെ എളുപ്പത്തിൽ വളരെ ചുരുക്കി പറഞ്ഞിട്ടുള്ള വീഡിയോകളാണ് നമ്മൾ ഇട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ വീഡിയോ കണ്ടു നോക്കുന്നത് വളരെ വളരെ ഉചിതമായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങൾ ആദ്യം തന്നെ മനസ്സിലാക്കുക, മലയാളം പഠിക്കാൻ പറ്റും. പിന്നെ അടുത്തതായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ എഴുതി പഠിക്കുക എന്നുള്ളതാണ്. എഴുതി ആ വാക്കുകൾ, ചില വാക്കുകളൊക്കെ അക്ഷരത്തെറ്റുകൾ വരുന്നത് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അതിനെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി പലതവണ നോക്കിയൊക്കെ എഴുതി ഒരു പ്രാക്ടീസ് നമ്മൾ മലയാളത്തിൽ, നമ്മുടെ ഭാഷയിൽ മറ്റൊരു വിഷയവും പഠിക്കുന്നതിനെ പറ്റിയല്ല നമ്മളിവിടെ സംസാരിക്കുന്നത്. മറ്റു വിഷയങ്ങളെപ്പറ്റി നമുക്ക് പിന്നീട് പറയാം. മലയാളം നമ്മളങ്ങനെ എഴുതി, കാരണം മലയാളത്തിലെ വാക്കുകൾ, അക്ഷരങ്ങൾ എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് ഒന്നും എഴുതുന്ന പോലെയല്ല എന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം. അതായത് ചിലർ ലായ്ക്ക് പകരം ലാ എഴുതുന്നു, കായ്ക്ക് പകരം ഗാ എഴുതുന്നു. അങ്ങനെയൊക്കെ അക്ഷരങ്ങൾ മാറ്റി എഴുതുന്ന ഞാൻ ഒരുപാട് കുട്ടികളെ ഞാനങ്ങനെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ രീതിയിൽ അക്ഷരങ്ങളെ പറ്റി ഒരു ധാരണ കൃത്യമായി അക്ഷരത്തെറ്റില്ലാതെ ഒരു എഴുതി പഠിക്കുക എന്നുള്ളത് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു സവിശേഷത തന്നെയായിട്ട് നമുക്ക് മലയാളം പഠിക്കുന്നതിൽ പ്രധാനപ്പെട്ട ഒരു സവിശേഷതയായിട്ട് കണ്ടെത്താനായിട്ട് പറ്റുന്നതാണ്. പിന്നെ ഉറക്കെ നമ്മൾ വായിച്ച് പഠിക്കുക എന്നുള്ളതാണ് അടുത്ത ടെക്നിക്കായിട്ട് പറയാനുള്ളത്. നമ്മുടെ മൂന്നാമത്തെ ടെക്നിക്കാണ് ഉറക്കെ വായിച്ച് പഠിക്കുമ്പോഴാണ് നമുക്ക് പഠനം ഒരു രസകരമായിട്ടുള്ള ഒരു അനുഭവമാക്കി മാറ്റുന്നത്. പഠനം രസകരമായിട്ടുള്ള അനുഭവമാക്കി മാറ്റുന്നതിനെ പറ്റിയുള്ള ഒരുപാട് വീഡിയോകൾ നമ്മുടെ ചാനലിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ഇന്നലെ തന്നെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്, ഉഴപ്പി നടന്നും കളിച്ചും എങ്ങനെ നിങ്ങൾക്ക് A+ നേടാമെന്നുള്ളത്. വളരെ രസകരമായിട്ട് ഒരുപാട് കുട്ടികൾ ആ വീഡിയോ കാണുകയും ഒരുപാട് പേരെന്നോട് പറയുകയും ചെയ്തിട്ടുണ്ട് നല്ല വീഡിയോ ആണ് എന്നുള്ള രീതിയിൽ. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ കണ്ടു നോക്കുക. അപ്പോൾ ആ ഒരു രീതിയിലേക്ക് രസകരമായ അനുഭവമാക്കിയിട്ട് നമ്മൾ പഠനത്തെ മാറ്റണമെങ്കിൽ തീർച്ചയായും ഉറക്കെ വായിച്ച് പഠിക്കുക എന്നുള്ള ഒരു രീതി നമ്മൾ പിന്തുടരേണ്ടിയിരിക്കുന്നു. അങ്ങനെ പിന്തുടർന്നാൽ മാത്രമേ നമുക്കെന്താണ് ഉച്ചാരണം, ഏത് രീതിയിലാണ് വായിക്കേണ്ടത്. ഇപ്പോൾ ഒരു കവിത ചൊല്ലുകയാണെന്ന് വിചാരിക്കുക, അതിൻ്റെ ഈണം നമുക്ക് വ്യക്തമായി മനസ്സിലാക്കണമെങ്കിൽ അതിൻ്റെ ഭാവം, അതായത് ഒരു കവിത സന്തോഷമുള്ള കവിതയാണോ
സങ്കടമുള്ള കവിതയാണോ എന്നതിനെ പറ്റി ആലോചിച്ച് ആ കവിത ചൊല്ലുമ്പോൾ അതിൻ്റെ ഒരു പ്രത്യേക രീതിയിൽ ആ ഒരു ഭാവം കൂടി ഉൾക്കൊണ്ടുകൊണ്ടാണ് നമ്മൾ ചൊല്ലേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഉറക്കെ വായിച്ച് ഉറക്കെ ചൊല്ലി ഒക്കെ നോക്കുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് അതിൻ്റെ ആശയം മനസ്സിലാക്കാനും അത് പഠിക്കാനും സാധിക്കുമെന്നുള്ളതാണ്. പിന്നെ അടുത്തതായി മലയാളം പഠിക്കുന്ന വിദ്യാർത്ഥികൾ ചെയ്തു നോക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് സ്വന്തമായി ഉപന്യാസങ്ങൾ, ലേഖനങ്ങൾ എഴുതുക എന്നുള്ളതാണ്. ലേഖനങ്ങൾ സ്വന്തമായി എഴുതുമ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്നും എന്ത് വരികയാണ്? ആശയങ്ങൾ വരികയാണ്. അങ്ങനെ നമ്മുടെ ഉള്ളിൽ നിന്നുള്ള ആശയങ്ങൾ പേപ്പറിലേക്ക് നമുക്കിങ്ങനെ പകർത്തി എഴുതാൻ സാധിച്ചു കഴിഞ്ഞാൽ തന്നെ ഒരു വലിയൊരു മാറ്റം നമ്മുടെ പഠനത്തിൽ അല്ലെങ്കിൽ മലയാളം നമ്മൾ പഠിക്കുന്നതിൽ വലിയ മാറ്റം കണ്ടെത്താൻ കഴിയും. അതുകൊണ്ട് തന്നെ ഇതൊരു പ്രധാനപ്പെട്ട ടെക്നിക്കാണ്. നമ്മുടെ 4ാമത്തെ ടെക്നിക്ക് എന്ന് പറയുന്നത്, നിങ്ങളൊരു കാര്യം ചെയ്യുക. ഒരു ബുക്ക് ഇതിനു വേണ്ടി മാറ്റി വയ്ക്കുക. ലേഖനങ്ങൾ എന്ന് പേരിട്ടിട്ട് ഒരു ബുക്ക് ഇതിനു വേണ്ടി മാറ്റി വെച്ചതിന് ശേഷം ഓരോരോ വിഷയത്തിൽ, ഓരോ പുതിയ വിഷയത്തിൽ എന്നും ഓരോ ലേഖനങ്ങൾ എഴുതുക. അപ്പോൾ നിങ്ങൾക്ക് വിഷയങ്ങളെ പറ്റിയുള്ള ഒരു അറിവും വർദ്ധിക്കും. അതേപോലെ തന്നെ എഴുതാനുള്ള നിങ്ങളുടെ കഴിവ് വർദ്ധിക്കും. കൈയക്ഷരം കൂടുതൽ മനോഹരമാവുന്നതായിട്ട് നിങ്ങൾക്ക് അനുഭവപ്പെടാൻ സാധിക്കും. മാത്രമല്ല ഇതിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട ഗുണമെന്ന് പറഞ്ഞാൽ മലയാളത്തെ കൂടുതൽ അടുത്തറിയാനും ഒരു ആഴത്തിലുള്ള ഒരറിവിലേക്ക് നിങ്ങൾക്ക് എത്തിക്കാനും വേണ്ടി സാധിക്കും. ഇതൊരു നിരന്തര പ്രക്രിയയാക്കിയിട്ട് ഈ ലേഖനങ്ങൾ എഴുതുക എന്നുള്ളത് ഒരു നിരന്തര പ്രക്രിയയാക്കി നിങ്ങൾ മാറ്റിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങളുടെ മലയാള പഠന ജീവിതം ഒരു വളരെ മികച്ച രീതിയിലേക്ക് മാറ്റിക്കൊണ്ടുവരാൻ പറ്റുമെന്നുള്ളതിൽ ഒരു സംശയവുമില്ലാത്ത കാര്യമാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാൻ വേണ്ടി മുന്നിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത്? ഇപ്പോൾ നിങ്ങൾ ഉറക്കെ വായിക്കുന്നു, അതേപോലെ തന്നെ കേട്ട് പഠിക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുന്നു, ലേഖനങ്ങൾ എഴുതി വെക്കുന്നു. അങ്ങനെ ഒരു ചിട്ടയായിട്ടുള്ള പഠന സമീപനത്തിലേക്ക് നമ്മൾ മാറുന്ന അവസ്ഥയിൽ വ്യാകരണങ്ങളെ പറ്റി മനസ്സിലാക്കുന്നു. അപ്പോൾ അങ്ങനെ മാറി സ്വന്തമായി ലേഖനങ്ങൾ എഴുതി വരുന്നു. ഇങ്ങനെയൊക്കെ വരുമ്പോൾ തന്നെ നമ്മുടെ പഠനത്തിലുള്ള മികവ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് തന്നെ നോട്ടീസ് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ വിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങളുടെ അധ്യാപകരും മാതാപിതാക്കളും ഒക്കെ നിങ്ങളോട് തന്നെ പറയും, എന്തൊരു മാറ്റമാണ് നിൻ്റെ എഴുത്തിലൊക്കെ ഇപ്പോൾ വന്നിട്ടുള്ളത്, മലയാളം നിൻ്റെ എഴുത്തിലും നിൻ്റെ പരീക്ഷാ പെർഫോമൻസിലുമൊക്കെ ഒരുപാട് മാറ്റമുണ്ട് എന്ന് നിങ്ങളോട് അവർ തന്നെ പറയും. മാത്രമല്ല എക്സാമിനൊക്കെ മാർക്ക് കൂടി വരുന്നതായിട്ട്, ഇപ്പോൾ നമ്മൾ മലയാളത്തെ പറ്റിയാണ് പറയുന്നത്, അതുകൊണ്ട് തന്നെ മലയാളത്തിൽ മാർക്ക് കൂടി വരുന്നതായിട്ട് നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കും. ഇപ്പോൾ ഈ വീഡിയോ കണ്ട ശേഷം ഇതിൽ പറയുന്ന കാര്യങ്ങൾ ഒരു മാറ്റവുമില്ലാതെ അതേപോലെ തന്നെ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും ഫലമുണ്ടാകും. നമ്മുടെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വിദ്യാർത്ഥികൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ എനിക്ക് തന്നെ ഉപകാരപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ ഒരു മുടക്കവും വരാതെ കൃത്യമായിട്ട് എന്നും ചെയ്യുക എന്നുള്ളതാണ്. ഒരു കൃത്യനിഷ്ഠത ഉണ്ടാക്കിയെടുക്കുന്നത് നമുക്ക് എപ്പോഴും ഒരു നല്ലൊരു കാര്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഒരു കൃത്യമായിട്ട് ഞാൻ ഈ കാര്യം ചെയ്യും എന്നുള്ള ഒരു തീരുമാനത്തോടു കൂടി മുന്നോട്ട് പോയിട്ട് മടി മാറ്റി വെച്ചുകൊണ്ട് എല്ലാവർക്കും വിജയിക്കാൻ വേണ്ടി സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു. ഇതുപോലെ രസകരമായിട്ടുള്ള അറിവ് നൽകുന്ന പുതിയ വീഡിയോകളുമായി ന്യൂ ബിഗിനിങ് വീണ്ടും വരും. താങ്ക് യു.